റബ്ബർ ഷീറ്റ് പുര കുത്തി തുറന്ന് 250 കിലോ ഷീറ്റ് മോഷ്ടിച്ച് കടത്തി. അഞ്ചൽ കോമളം സ്വദേശി മോഹനന്റെ ഉടമസ്ഥതയിലുള്ള ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും വന്ന് ഷീറ്റ് വരെ ഇറക്കാനും പാലെടുക്കാനും വരും. അത് ഇന്നും അതുപോലെ വന്ന് തുറക്കാൻ വന്നപ്പോൾ ഇതുപോലെ തുറന്നു കിടക്കുന്നു. നോക്കിയപ്പോൾ ഷീറ്റ് എല്ലാം പോയി. 250 കിലോളം ഷീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇവിടെ പിന്നെ ഈ പന്നി എല്ലാം കൂടെ ഭയങ്കര ശല്യമായതുകൊണ്ട് ഈ ആൾക്കാരൊന്നും എന്തൊരു ഉണ്ടെങ്കിൽ പോലും വെളിയിൽ ഇറങ്ങാൻ ഒക്കാത്തൊരു കണ്ടീഷനും ഉണ്ട്. അത് പന്നി കാരണം എന്തെങ്കിലും ഒരു അനക്കം അടുത്ത വീട്ടുകാരെ കണ്ടാൽ പോലും. റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ മോഹനൻ അഞ്ചൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചതായി അഞ്ചൽ പോലീസ് പറഞ്ഞു. അഗസ്ത്യകോട് ഏറം റോഡിൽ കോമളം ജംഗ്ഷന് സമീപത്തെ റോഡരികിലെ റബ്ബർ ഷീറ്റ് പുരയാണ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയത്. മോഷ്ടാക്കൾ റോഡരികിൽ ഉപേക്ഷിച്ച 2 റബ്ബർ ഷീറ്റും പോലീസ് കണ്ടെടുത്തു. എൻ്റെ പുരയിടത്തിൻ്റെ അയൽവശത്താണ് ഈ മോഷണം നടന്ന സ്ഥലം. അവിടെ ഒരു 250 കിലോയോളം റബ്ബർ ഷീറ്റ് ഉണക്കാൻ വെച്ചിരുന്നതാണ്. അതിന് ഒരു റബ്ബർ പുരയുണ്ട്. പുരയ്ക്കകത്ത് 200 കിലോയോളം നാളെ കൊടുക്കാനായിട്ട് അടുക്കി വെച്ചിട്ട് പോയതാണ്. കൂടാതെ ഈ അതിൻ്റെ പുകപ്പുരയുണ്ട്. പുകപ്പുരയ്ക്കകത്ത് ഉണങ്ങാനൊരു 10-50 ഷീറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം മൊത്തം നുള്ളിപ്പറക്കി ഇന്നലെ രാത്രി ആരോ കൊണ്ടുപോയി. ഇത് കണ്ടുപിടിക്കാൻ അധികാരികൾക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അവർ വന്നിനി അന്വേഷണം നടക്കണം. ഈ നാട്ടിൽ ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ കള്ളം നടക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് കള്ളന്മാരൊന്നും കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ പന്നി ശല്യം കാരണം നാട്ടുകാരും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറില്ല. അതും ഈ കള്ളന്മാർക്കൊരു ആശ്വാസമാണ്. അവർ ഈ രാത്രി കാലങ്ങളിൽ കള്ളന്മാർക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നേരം സന്ധ്യ ആകുമ്പോഴേ എല്ലാവരും വീട്ടിനകത്ത് കയറും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.